ഗൈസ്, ഇതൊരു യാത്രാ വീഡിയോ ആണ്. കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു യാത്ര പാലക്കാടിൻ്റെ മണ്ണിലോട്ട്. ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലങ്കോട് കൂടിയുള്ള യാത്ര. ഇതാണ് ഞങ്ങളുടെ യാത്രാ ടീം. ഭാര്യയുണ്ട്, ഭാര്യയുടെ അനുജത്തി, അങ്കിൾ നല്ല ഉറക്കത്തിലാണ്, അങ്കിളുടെ ഭാര്യ, പിന്നെ ഇതിൻ്റെ അപ്പച്ചൻ, അമ്മാമ, അനിയത്തി, ഭർത്താവ്, ഞങ്ങളുടെ മക്കൾ, അങ്ങനെ അടങ്ങുന്ന ഒരു ഫാമിലി ട്രിപ്പ്. ഒരു അടിച്ചുപൊളി ആട്ടവും പാട്ടവും കൂത്തുമൊക്കെ ആയി ഒരു ഉന്മാദത്തിൽ തുടങ്ങിയ യാത്ര. എല്ലാ യാത്രകളും അങ്ങനെയാണല്ലോ, തുടങ്ങുമ്പോൾ തന്നെ നല്ല എനർജി ആയിരിക്കും. പക്ഷേ ഈ യാത്രയുടെ തുടക്കവും ഒടുക്കവും ഒരുപോലെ എനർജറ്റിക് ആയിരുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത. കുഞ്ഞു കുട്ടികളെല്ലാവരും ഡാൻസും പാട്ടുമായി തകർത്ത് തുടങ്ങി. മത്സരമായിരുന്നു ഏറ്റവും നന്നായി ആര് ഡാൻസ് കളിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കളിച്ചാൽ പോരെ എന്ന്. പക്ഷേ അത് പോരാ, ഈ തുരങ്കത്തിൽ നിന്നും ഈ ഡാൻസ് കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തുരങ്കത്തിലും അനുജത്തിയും ഭർത്താവും വീട്ടിലെ എല്ലാ ജോഡിമാരും, അപ്പച്ചനും അമ്മച്ചിയും അങ്കിളും ആൻറ്റിയും, അങ്ങനെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തിൽ തന്നെ കളിച്ചു എന്ന് പറയാം. ആര് ഏറ്റവും മികച്ച് നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്. അങ്ങനെ കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലൊക്കെ നാം പറഞ്ഞ് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടുള്ള കരിമ്പനകളുടെ നാട്ടിലോട്ട്. പാലക്കാടേക്കുള്ള ഓരോ യാത്രയും പല തവണ പാലക്കാട് പോയിട്ടുണ്ടെങ്കിലും ഓരോ യാത്രയും പാലക്കാട് എപ്പോഴും പുതുമ സമ്മാനിക്കുന്ന യാത്രയാണ്. അങ്ങനെ പാലക്കാട് കാണാനുള്ള കാഴ്ചകൾ പല തവണ പോയിട്ടുള്ള അങ്കിൾ ഓരോ തവണ പോകുമ്പോഴും പാലക്കാടത്തെ എക്സ്പീരിയൻസ് അങ്കിൾ പറഞ്ഞു തരുന്നു. ഞാനടക്കം പല തവണ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പോത്തുണ്ടി ഡാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പോത്തുണ്ടി ഡാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യയിലെ തന്നെ മുല്ലപ്പെരിയാറിനെ പോലെ തന്നെ ചുണ്ണാമ്പും അതുപോലത്തുള്ള മിശ്രിതങ്ങളും ഉപയോഗിച്ച് കോൺക്രീറ്റ് അല്ലാതെ നിർമ്മിച്ച അപൂർവം ചില ഡാമുകളൊന്നാണ് ഈ പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാമിലോട്ട് ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ വരുന്നതെങ്കിലും പലപ്പോഴും ഇതിൻ്റെ വ്യൂ നമുക്ക് നെല്ലിയാമ്പതി മലനിരകൾ കയറുമ്പോൾ അതിൻ്റെ ഓരോ വ്യൂ പോയിന്റിലും പോത്തുണ്ടി ഡാം കുറേ കൂടി സുന്ദരമായിട്ട് നമുക്ക് കാണാം. ഈ പോത്തുണ്ടി ഡാമിലേക്ക് കയറി വരുന്ന ഈ സ്റ്റെപ്പുകൾ, ഇവിടെയാണ് വണ്ടി പാർക്കിംഗ് സൗകര്യമുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റും, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കയറുന്നതിന് അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും എല്ലാവരും ഇവിടെ കയറി. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു റീൽ എടുക്കണം എന്നുള്ളത് ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെയുള്ള ഭാര്യയുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഭാര്യയും അനുജത്തിയും കൂടി അതിനുള്ള പ്രിപ്പറേഷനൊക്കെ എൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു വ്യൂ, ഒരു റീൽ എടുക്കണമെന്നുള്ള ആഗ്രഹം അവർ ചെയ്തു. അത് ഇതിൽ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റീൽ എടുത്തതിന് ശേഷം എല്ലാവർക്കും കൂടി ഒരു ഡാൻസ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വന്നു. അങ്ങനെ എല്ലാവർക്കും കൂടി ഡാൻസ് കളിക്കാനുള്ള ഒരു സ്റ്റെപ്പുകൾ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് വേണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പൊന്നും അങ്ങോട്ട് ഏഷ്യയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്റ്റെപ്പുകളൊക്കെ അവിടെ വെച്ച് പാതി ഉപേക്ഷിച്ച് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടിലൂടെ അങ്ങനെ കടന്നു. അതെ, പോത്തുണ്ടിക്ക് ശേഷം അടുത്ത ലൊക്കേഷൻ സീതാർകുണ്ട് വെള്ളച്ചാട്ടം തന്നെയാണ്. സീതാർകുണ്ടിലേക്കുള്ള യാത്ര മനോഹരമാണ്. പച്ചപ്പ് വിരിച്ച പാടങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പനകൾ, മനോഹരമായ പച്ച പുതച്ച് നിൽക്കുന്ന താഴ്വര, അതിനും മനോഹരമായി നിൽക്കുന്ന മലനിരകൾ, മാനം മുട്ടെ ആകാശം മുട്ടെ നിൽക്കുന്ന മലനിരകൾ, എന്തൊരു മനോഹാരിത! അവിടെ വന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണിത്. ഒരു കാലത്ത് ഇത് വെറും നടപ്പാത മാത്രമായിരുന്നു. ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ കോൺക്രീറ്റ് സ്റ്റെപ്പുകളൊക്കെ ഇട്ടത്. അങ്ങ് അകലെ കാണുന്ന ആ സീതാർകുണ്ട് വെള്ളച്ചാട്ടം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. ആ വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന ഈ കുണ്ടിലോട്ടാണ് എല്ലാവരും, ഈ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വരുന്ന എല്ലാവരും വരുന്നത്. ഈ സീതാർകുണ്ടിനെ പറ്റിയൊരു ഐതിഹ്യമുണ്ട്. പണ്ട് വനവാസക്കാലത്ത് സീതയും രാമലക്ഷ്മണനും ആരുടെ കൂടെ വന്ന് ഇവിടെയാണ്, ഈ വെള്ളത്തിലാണ് കുളിച്ചതെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പവിത്രമായ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ വന്ന് ഇവിടെ ഒന്ന് ഇറങ്ങി, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്ന് ഈ കുണ്ടിലൊന്ന് ഇറങ്ങി, അതിമനോഹരമായൊരു അനുഭവമാണ് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ഈ കുണ്ടിൽ ഇറങ്ങി നിൽക്കുമ്പോൾ. നമ്മുടെ കാലിലൊക്കെ മീനുകൾ കൂട്ടമായി വന്നിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അനുഭവമാണ്. അതിമനോഹരമായൊരു മസാജിങ് നമുക്കിവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനും അങ്കിളും ആൻറ്റിയും
ഒക്കെ വെള്ളത്തിലിറങ്ങി ഈ മസാജിങ് അനുഭവം അതൊരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒന്നാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ താമരപ്പാടം എന്നാണ് ഈ പറയുന്ന ലൊക്കേഷൻ അറിയപ്പെടുന്നത്. സീതാർകുണ്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ നെല്ലിയാമ്പതി മലനിരകളും ഈ അടിയിലുള്ള പച്ച വിരിച്ച് നിൽക്കുന്ന പാടങ്ങളും അതിനിടയ്ക്ക് നിറയെ പൂക്കളും ഒരു കൊല്ലങ്കോടിൻ്റെ ഒരു മനോഹാരിത ഈ താമരപ്പാടത്ത് ഇങ്ങനെ പൊത്തി വച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിസുന്ദരമായ അവിടെ നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല എന്നുള്ളതാണ് ഈ കൊല്ലങ്കോടിൻ്റെ ഈ താമരപ്പാടത്ത് വന്നു നിന്നാലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. നമുക്ക് ഈ അന്യൻ സിനിമയിൽ വിക്രമൊക്കെ അഭിനയിച്ച സ്ഥലങ്ങൾ അതൊക്കെ നമുക്കറിയാം, നമുക്കത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്ന് അറിയാം. പക്ഷേ അത് പകർത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ താമരപ്പാടത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുക. കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ അത്രയും നല്ല രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. അങ്ങനെ സമയം 3 കഴിഞ്ഞിരിക്കുന്നു. ആൻറ്റിയോട് ChatGPT പറഞ്ഞതനുസരിച്ച് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എടനാടി കിച്ചൺ ഹെറിറ്റേജ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും മനോഹരമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല. അടിപൊളി ഫുഡ്, ഒന്നിനൊന്ന് മെച്ചം. ഞാൻ കഴിച്ചത് മൈലാഞ്ചിക്കൂട്ട് എന്ന് പറയുന്നൊരു ഡിഷാണ്. ആ ഡിഷ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും അടിപൊളി ഒരു ഫീൽ കിട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം. അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ സെൻ്ററായ ടിപ്പുവിൻ്റെ കോട്ടയിലോട്ട് കടന്നു വന്നത്. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്നത് ടിപ്പു പണിതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടിപ്പുവിൻ്റെ അച്ഛൻ ഹൈദരാലി പണിതതാണ്. ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളൊക്കെ ആ കോട്ട പണിത കാലഘട്ടത്തിലോട്ടും ആ കോട്ടയിൽ ടിപ്പുവിനെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ വന്നു ഒക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. അങ്ങനെ ആ ചിന്തകളിൽ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് നമ്മൾ ആ ടിപ്പുവിൻ്റെ കോട്ട അവസാനിപ്പിച്ച ശേഷം നമ്മൾ പാലക്കാട് മലമ്പുഴയിലോട്ട് പോയത്. പക്ഷെ മലമ്പുഴ 1 വർഷമായി അടച്ചിട്ടിരിക്കുകയാണെന്നുള്ള നഗ്നസത്യം അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ പാലക്കാടിനോട് യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ആ എനർജി, ഇത്രയധികം ഡെസ്റ്റിനേഷനിൽ പോയിട്ടും എനർജിക്ക് യാതൊരു തരത്തിലും കുറവില്ലാത്ത രീതിയിലാണ് എല്ലാവരും ഉത്സാഹിച്ച് ഡാൻസ് കളിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയോ തുടങ്ങി അതിനേക്കാൾ മനോഹരമായിട്ട് ഇപ്പോൾ അവസാനിക്കുന്ന സമയമായപ്പോഴും അതേ എനർജി അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനർജിയിലോട്ടാണ് യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ യാത്രയും ഇതുപോലെ സുന്ദരമാവട്ടെ, മനോഹരമാവട്ടെ. ഇതുപോലെ സുന്ദരമായ ഇനിയും ഒരുപാട് യാത്രകൾ ഞങ്ങൾക്കും ചെയ്യാൻ കഴിയട്ടെ, നിങ്ങൾക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ യാത്രാ വീഡിയോ ഈ ഡാൻസോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.